ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും മക്കൾ ഓർക്കുക. അത് കർത്താവിന് പുനർസമർപ്പണം ചെയ്യുക. ഏതെങ്കിലും വിഷയത്തിൽ സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ പറഞ്ഞുകൊള്ളാമെന്ന് ഈശോയ്ക്ക് വാഗ്ദാനം കൊടുക്കുക. സാക്ഷ്യം ദൈവമഹത്വത്തിൻ്റെ ഒരർത്ഥക്കുദാശയാണ്. അതിലൂടെയും കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞ് നമ്മൾ സുവിശേഷമാകുന്നതുമായ ഒരു അപ്പോസ്തല ശുശ്രൂഷയാണ്. ആൻഡ് ഇറ്റ്സ് എ ലേ അപ്പോസ്റ്റലിക് മിനിസ്ട്രി. കർത്താവേ, അങ്ങയുടെ മക്കളെ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, വേദനിക്കുന്ന എല്ലാവരുടെ മേലും കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികള്, സ്തുതിക്കട്ടെ മക്കളെ, രോഗികള്, പീഡിതര്, അസ്ഥിവേദന എടുക്കുന്നവര്, വിസർപ്പ രോഗികള്, സോറിയാസിന്റെ അസുഖമുള്ളവര്, അപ്പാ പിതാവേ, അങ്ങേപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗർഭരോഗികള്, ഗർഭദശിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുന്നവര്, അതിന്റെ പേരിൽ പേടിച്ചിരിക്കുന്നവര്, കിഡ്നി രോഗികള്, കിഡ്നി ചുങ്ങിപ്പോകുന്നവര്, കിഡ്നിയിൽ കല്ലുള്ളവര്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവര്, കർത്താവേ, അപ്പാ പിതാവേ, അങ്ങേപ്പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹം തടസ്സമുള്ളവര്, ഈശോയെ, മക്കൾ ഇല്ലാത്തവര്, കർത്താവേ, വസ്തു വീടുമില്ലാത്തവര്, പെരുവഴി ആധാരം പോലെ ആയിപ്പോയവര്, കർത്താവേ, ജോലിക്ക് പ്രോസസ്സിംഗ് നടക്കാത്തവര്, പരീക്ഷ പരാജയപ്പെട്ടവര്, ഇനി പരീക്ഷ എഴുതാൻ പണമില്ലാത്തവര്, അവരെ എല്ലാം കർത്താവേ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം മുഴുവൻ കുരുക്കളുള്ളവര്, ശരീരം മരവിച്ചവര്, വാതരോഗികൾ, വിസർപ്പ രോഗികള്, മുടി കൊഴിഞ്ഞു പോകുന്നവര്, തലയ്ക്കും അകത്തും പുറത്തും ശരീരത്തിൽ മുഴയുള്ളവര്, ശരീരത്തിൽ പൊറുക്കാത്ത വ്രണങ്ങളുള്ളവര്, അപ്പാ പിതാവേ, കർത്താവേ, ഇപ്പോഴേ അങ്ങേപ്പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അടുപ്പിടറ പോലെ, വൈദ്യ ആഘാതം പോലെ, ദൈവിക ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വീണ്ടും ശ്രുതിക്കട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി അതിൻ്റെ അതേ റാങ്കിലുള്ള വിശ്വാസം വരണത് രാജസേവകൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തണം. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്, 4-ാം അധ്യായത്തിൽ 50-ാമത്തെ തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. യേശു പറഞ്ഞ ആ വാക്ക് പറഞ്ഞ്, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. രാജസേവന്റെ ഭൃത്യന് പനിയാണ്, കടച്ചിലായ പനിയാണ്, മരണകരമായ പനി. അപ്പം യഹൂദ അധികാരികൾ വിളിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് വിടുന്നൊരു ഭാഗമാണിത്. അതായത് ഈ വിഷയത്തിൽ
50 വരണ വചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഇതിലെന്നാ പറ്റിയത്? 51 പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യനെതിരെ വന്നു. അപ്പം പിന്നെ ചോദിക്കണത് ഏത് സമയത്താണ് അവൻ സൗഖ്യം പ്രാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഈശോയെ കണ്ട് ഈശോ എന്താ പറഞ്ഞു? 4:49 അതാണ് ഈശോ പറഞ്ഞ വാക്ക് ഉള്ളത്. യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാക്കതാണ്, യേശു പറഞ്ഞ വാക്കതാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഇപ്പം ഇവിടെ വരുന്ന വിഷയം, നമ്മളിതൊക്കെ ഒത്തിരി കേട്ടവരാണ്, പക്ഷെ കേട്ടതല്ല പ്രശ്നം. കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണത്, കർത്താവിയുടെ വചനം വിശദീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഞാൻ ഇന്നുവരെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈശോ തന്നെ നേരിട്ട് പറയണം. വചനം വായിക്കുമ്പോൾ ഈശോ വെളിപാട് നൽകണം, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് ഈശോ വെളിപാട് നൽകണം. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് നമ്മൾ ഈശോയെ ആശ്രയിച്ചാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ 2 വിശ്വാസം നമുക്ക് കിട്ടി. എന്താണ്? ഒന്ന് രാജസേവകൻ്റെ, ഒന്ന് ശതാധിപൻ്റെ. ഈ ശതാധിപൻ, ഈ രാജസേവകൻ്റെ വിഷയം കണ്ടോ? 4:49 അവൻ്റെ ഭൃത്യനോട് പറയണ ഇതാണ്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണത്? എങ്ങനെയാണ് വചനം ആക്ടിവേറ്റ് ആകണം? ഇപ്പോൾ മൊബൈൽ ആക്ടിവേഷൻ നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വചനമെല്ലാം ഇതുപോലെ ആക്ടിവേഷൻ ഉണ്ടാകുകയാണ് നമ്മൾക്ക്. പക്ഷേ അതിന് നമ്മൾക്കതിൻ്റെ കൂടെ അറിയണം. വിശ്വാസത്തിനൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയത്തില്ലേ? എന്താണ്? ഒരു 200 വാട്ടാണ് എങ്കിൽ സ്റ്റെപ്പ് അപ്പിൽ കയറ്റി വരുമ്പോൾ അത് ചിലപ്പോൾ 400 ഡെവലപ്പ് ചെയ്യും. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കർത്താവിൻ്റെ വചനത്തിനെ ഇരട്ടിക്കരിക്കണ ഒരു സംവിധാനമുണ്ട്. അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള എളിമ, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തിന് ഓപ്ഷൻ വെക്കാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കണ എല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. ദൈവം ഒരു 200 വോൾട്ട് നമ്മളെ കയറ്റിയാൽ ഇത് കയറി ഇറങ്ങുമ്പോൾ ഉടനെ ഇത് 100 വാട്ടായിട്ട് കുറയും. എന്താണ്? ഓരോ വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. എന്താ കാര്യത്തിൽ ഇവർ ഓപ്ഷൻ വെക്കും. അതാണ് പ്രശ്നം. ഓപ്ഷൻ വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനെ നമ്മൾ യേശു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, വേറെ എന്തെങ്കിലും എന്ന സംവിധാനത്തിൻ്റെ ഓപ്ഷൻ ഉള്ളിൽ വെക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഡിവൈൻ പവർ ട്രാൻസ്ഫോമറിൻ്റെ കൂട്ടത്തിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് വരുന്ന ഓപ്ഷൻസാണ്. ഓപ്ഷൻ വെക്കാത്തതാണ് ശരിക്കും സ്റ്റെപ്പപ്പായിട്ട് വരണത്. ഇപ്പം ശതാധിപനോട് എൻ്റെ രാജസേവകൻ്റെ ഭൃത്യനോട് അവരോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്ത് ആ വാക്ക് അവൻ്റെ ഉള്ളിൽ സ്റ്റെപ്പപ്പായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും ഈ സ്റ്റെപ്പപ്പ് ഉണ്ട്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഓപ്ഷനില്ല. ഇപ്പം ദാവീദിൻ്റെ ഈ സ്റ്റെപ്പപ്പ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ദാവീദിൻ്റെ ആ ഉരുളൻ കല്ലിലാണ്.
ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറയുന്ന കുറച്ച് വചനങ്ങളുണ്ട്. എന്താണ് ദാവീദ് പറയുന്നത്? ദാവീദ് പറയണത്, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, എനിക്ക് ഓപ്ഷൻ ഇല്ലെന്ന് പറയും. നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുതിര ഒരു ഓപ്ഷനാണ് നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് ഓപ്ഷൻ ഇല്ല. അവിടെയാണ് വിഷയം. പത്രോസ് യേശുവിനെ അവതരിപ്പിക്കുക പറയും, നോ ഓപ്ഷൻ പ്ലേസ്, മറ്റൊരുവൻ രക്ഷയില്ല. ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇതാണ്. കാര്യം ചില ദൈവശാസ്ത്രജ്ഞന്മാരെങ്കിലും യേശുവിന് ഓപ്ഷൻ വെക്കുന്നുണ്ട്. അവരാണ് എല്ലാം ശരിക്കാരുണ്ടല്ലോ, എല്ലാം ശരിയാണെന്ന് പറയും, ഓപ്ഷനാണത്. ദാവീദ് പറഞ്ഞു, നോ ഓപ്ഷൻ. നിൻ്റെ കയ്യിൽ കുതിര ഉണ്ടാകാം, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. നിൻ്റെ പരിചകൾ 700 ഷെക്കലാണ്, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്നതാണ്. നിൻ്റെ കുന്തത്തിന് 13 അടി നീളമുണ്ടാകാം, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഇത് ഒരു വിശ്വാസി എക്കാലവും പ്രഖ്യാപിക്കാൻ ബാധ്യതയാണ്. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാകാം, പക്ഷെ വി വിൽ നോട്ട് മൈൻഡ്, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ എതിർപക്ഷത്ത് സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളിൽ സഭയുടെ വേഷം കെട്ടിട്ട വൈദികരുണ്ടാകാം, പക്ഷേ വി ഡോണ്ട് മൈൻഡ്. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാമെന്ന് പറയത്തില്ലേ? സങ്കീർത്തനം എന്താ പറയണത്? ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യൻ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസിൻ്റെ അനുസ്വാതന്ത്ര്യം ഉണ്ടായത്. നീ പോടാ, ഇതൊന്നും കാണിച്ച്, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് എൻ്റെ അടുത്ത് വരട്ടണ്ട. ഞാൻ കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. നീയൊക്കെ എൻ്റെ തലയിൽ കല്ല് വലിച്ചെറിഞ്ഞിട്ടത് എൻ്റെ തലയൂട്ടി പൊട്ടിക്കുമ്പോഴും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് കാഴ്ചയെന്നറിയാവോ? ഈ കാഴ്ച നീ കാണണമെങ്കിൽ ഒരു 10,000 ജന്മങ്ങൾ ഈ ഭൂമി ജനിക്കേണ്ടി വരും. ഞാനെന്താ കാണുന്നത്? സ്വർഗം തുറന്നിരിക്കണ ഞാൻ കാണുന്നുണ്ട്. ആരാണ് പറഞ്ഞത്? സ്റ്റീഫൻ പറഞ്ഞതാ. നമ്മൾ 7:55 വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 7:56. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഈ കാഴ്ച കാണണമെങ്കിലേ ഒരു 10,000 ജന്മങ്ങൾ ഇവിടെ ജനിച്ചിട്ടാൽ ഈ കാഴ്ച കാണത്തില്ല. ഈ കാഴ്ച കാണിക്കുന്ന ഒറ്റാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യ മനുഷ്യരക്ഷ നൽകാൻ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഈ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്, സ്വർഗം തുറക്കണത്. സ്വർഗം എന്തും തുറന്നിരിപ്പുണ്ട് അവിടെ, പക്ഷെ അന്ധന്മാർ കാണുന്നില്ല. എന്താ കാരണം? അവൻ്റെ കണ്ണുകളിൽ എഴുതാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഞ്ജനം മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകം എന്താ പറയണത്? നീ കാഴ്ച പ്രാപിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങിക്കുകയെന്ന് 3:20 നമ്മൾ വായിക്കുന്നില്ലേ? ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വ കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് 3:18. വെളിപാട് 3:18. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വചനമാണ് ഈ അഞ്ജനം. ആത്മാവിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള വചനമെന്ന് അഞ്ജനമെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കണ്ണുകളെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെ തുറക്കുന്ന അഞ്ജനം എന്താണ്? കർത്താവിന്റെ വചനമാണ്. അതാണ് നമ്മൾ കണ്ടിരിക്കണം. 4:49 ഈ യഹൂദ പ്രമാണി രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ വരുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ച് പോകുന്നത്, ആ രാജസേവകൻ വിശ്വസിച്ച് പോവുകയാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് പോവുകയാണ്. അവൻ്റെ കണ്ണുകളിൽ
കർത്താവ് കാഴ്ചയുടെ അഞ്ജനം എഴുതി. ഈ അഞ്ജനം തന്നെയാണ് എസ്തപ്പാനോസിൻ്റെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവാണ് ഏകരക്ഷകനെന്ന്. ഞങ്ങൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു വേദി എന്ന നിലയിൽ അമ്മ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നതിൻ്റെ പേരിൽ 10,000 യേശുവിനെ അറിഞ്ഞ് സഭയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അമ്മയെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ സൈഡ്ലൈൻ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയെ എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഏറ്റുപറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷനില്ലാത്ത വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച ആദ്യത്തെ രൂപത്തിൻ്റെ പേര് പരിശുദ്ധ അമ്മയെന്നാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, അഭിഷേകം ചെയ്യണമേ. ആരാധന. വിശ്വാസത്തോടെ പാടാം. ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ സെക്കൻഡ് ഡേയിൽ ബ്ലഡ് സ്റ്റൂളിൽ കൂടി പാസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ആ രാത്രി തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബ്ലഡ് സ്റ്റോപ്പ് ആവുകയും പിന്നെ ഞാൻ ഡയറി പ്രോഡക്ട്സൊക്കെ കൺട്രോൾ ചെയ്ത് അവനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ 2020 കഴിഞ്ഞ വർഷം വന്ന് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അന്ന് വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അമ്മയോടും തിരുക്കോമാരനോടും മാപ്പ് പറയുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞാനൊരു മൂന്നാമതൊരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചാണ് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ആൺകുഞ്ഞിനെ തന്നു. ഞാനതിൽ പൂർണ്ണ സന്തോഷവതിയാണ്. എനിക്ക് എന്ത് ദൈവം തന്നാലും അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ 2 കുഞ്ഞുങ്ങളെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ എൻ്റെ ഫാദറിന് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും പറമ്പിൽ തടി വെട്ടുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. കൈക്ക് ഫ്രാക്ചർ, റിബ്സിനെല്ലാം ഫ്രാക്ചറായിട്ട് അഡ്മിറ്റായിരുന്നു. നവംബർ 11 സംഭവിച്ചു. അതിപ്പം ചാച്ചൻ COPD ആസ്മയൊക്കെ ഉള്ളതുകൊണ്ട് പാസ്റ്റ് ഹിസ്റ്ററി ആയതുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു. ന്യൂമോതൊറാക്സ് അങ്ങനെ ലങ്സിൽ എയർ കയറുകയും വെള്ളത്തിൻ്റെ ബ്ലഡും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ട്യൂബൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ ചാച്ചന് ഫിറ്റ്സൊക്കെ വരികയും പെട്ടെന്ന് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു. ഞാനും എൻ്റെ സഹോദരിമാരോടെല്ലാം ഈ അമ്മയുടെ പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരി ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു. ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അങ്ങനെ ചാച്ചന് ഒരാഴ്ച മാത്രമേ ICU കിടക്കേണ്ടി വരുന്നുള്ളൂ. അതിനുള്ളിൽ 2 ആഴ്ച കൊണ്ട് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പോൾ നടക്കാൻ തുടങ്ങി. ആൾ ഓക്കെ നോർമലായി വരുന്നു. ഞങ്ങൾ എന്നും ഉടമ്പടി തൈലം ചാച്ചൻ്റെ നെറ്റി തൊട്ട് പ്രാർത്ഥിക്കുകയും
രാത്രിയിൽ ഉറക്കക്കുറവുള്ളതുകൊണ്ട് അത് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അമ്മ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ചാച്ചനും ഞങ്ങളുടെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലാൻ തുടങ്ങി. ചാച്ചന് ഇന്ന് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട്, ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമേ ഇന്ന് വന്നില്ല. ഞങ്ങൾ ഒരു ചാച്ചന് സുഖമാകുമ്പോൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. പോരാതെ എൻ്റെ സഹോദരിക്ക് വീട് പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു.